വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന് 2 ടെസ്റ്റുകളാവും നിങ്ങൾ കേട്ടോ. ഒന്ന് ഹിസ്റ്ററിയും ഒന്ന് ജിയോഗ്രഫിയും. ഹിസ്റ്ററിയുടെ 1ാമത്തെ പാഠത്തിൻ്റെ 1ാമത്തെ പാർട്ട് കുറച്ച് നോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കയറി എഴുതിയെടുക്കണേ. കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടായിരുന്നു നോട്ട് തന്നില്ല, പക്ഷേ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ചാനൽ ഒന്ന് കയറി നോക്കണേ കേട്ടോ. അതുപോലെ തന്നെ 5ാം ക്ലാസ്സിൻ്റെയും 6ാം ക്ലാസ്സിൻ്റെയും 7ാം ക്ലാസ്സിൻ്റെയും 8ാം ക്ലാസ്സിൻ്റെയും മാത്സിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും ബേസിക് സയൻസിൻ്റെയും ഫുൾ നോട്ടും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പോൾ 7ാം ക്ലാസ്സിൻ്റെയൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് നോട്ട്. അത് കഴിഞ്ഞ വർഷം 6, 8 അതായത് ഈവൻ നമ്പറുകൾക്കായിരുന്നു ടെസ്റ്റുകൾ മാറ്റം. അതിന് മുമ്പേ ഓഡ് നമ്പറുകൾക്കുമായിരുന്നു മാറ്റം കേട്ടോ. 1, 3, 5, 7, 9 കഴിഞ്ഞ വർഷത്തിൻ്റെ അതിന് മുമ്പേ വർഷമായിരുന്നു മാറ്റം. അപ്പോൾ നമ്മൾ അന്നായിരുന്നു ലിങ്ക് ഇട്ടത്. അപ്പോൾ ഇച്ചിരി നിങ്ങൾ ഈ നോക്കുമ്പോൾ കുറച്ച് ബാക്കിലോട്ട് എടുത്ത് നോക്കണം. അഥവാ ഏത് വിഷയമാണോ വേണ്ടുന്നത് നിങ്ങൾ എൻ്റെ അടുത്ത് കമൻറ്റ് ഏത് വിഷയത്തിൻ്റെ ഏത് പാഠമാണെന്ന് ചോദിച്ചാൽ മതി, ഞാൻ ഇട്ട് തരാം. എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കേട്ടോ. അപ്പോൾ ഇത് 9ാം ക്ലാസ്സിന് 2 ടെസ്റ്റാണ് കുഞ്ഞുങ്ങളെ സോഷ്യൽ സയൻസിനുള്ളത്. ഇതിൽ ജോഗ്രഫിയുടെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ നോട്ടുകളാണ് ഇത്. അത് പകുതി മൊത്തം ഒരു 60 ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഈ ചാപ്റ്ററിലുള്ളത് കേട്ടോ. ജോഗ്രഫിയാണ്, നമ്മുടെ ഭൂമിയെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പം ഇതിനകത്തുള്ള 60 ക്വസ്റ്റ്യൻ ആൻസറോളം അതിൽ കൂടുതലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നോക്കിയ ഒരു 60 എണ്ണത്തിൽ 30 എണ്ണം ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ബാക്കി 30 എണ്ണം പാർട്ട് 2-ലിടാം കേട്ടോ. അപ്പം നിങ്ങളിത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. മലയാളവും ഇംഗ്ലീഷും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കി എഴുതിയെടുക്കാൻ എളുപ്പമാണ്. എഴുതിയെടുത്തില്ലെങ്കിലും നോക്കിയെങ്കിലും പഠിക്കണേ കുഞ്ഞുങ്ങൾ. എഴുതിയെടുത്ത് പഠിക്കുകയാണ്. ജോഗ്രഫി സാധാരണ ടെസ്റ്റ് വെച്ചാണ് പഠിക്കേണ്ടത് കേട്ടോ. ടെസ്റ്റിനകത്ത് അതുപോലെ പഠിക്കുക എന്നുള്ളതാണ്. വേറെ സെപ്പറേറ്റ് കുറച്ച് പേരൊക്കെ എഴുതത്തുള്ളൂ. ടെസ്റ്റ് നല്ലപോലെ വായിച്ച് പഠിക്കുക എന്നുള്ളതാണ്. പോട്ടെ, നമുക്ക് അതിനൊന്നും സമയമില്ലെങ്കിൽ നമ്മൾ എഴുതിയെടുത്ത് പഠിക്കുക കേട്ടോ. എങ്ങനെയായാലും പഠിച്ചാൽ മതി. അപ്പോൾ നോക്കൂ കുഞ്ഞുങ്ങളെ, 1ാമത്തെ ചോദ്യം, ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ വിഭജിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഭൂപ്രകൃതി ഉണ്ടല്ലോ, ടോപ്പോഗ്രഫി കേട്ടോ. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ വിഭജിച്ചിരിക്കുന്നത് ബേസ്ഡ് ഓൺ ടോപ്പോഗ്രഫി ഇന്ത്യ ക്യാൻ ബി ഡിവൈഡഡ്. ഇന്ത്യയെ വിഭജിച്ചിരിക്കുന്നതാണ്. ഇന്ത്യ ക്യാൻ ബി ഡിവൈഡഡ് നോക്കിയേ 5 ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് 5 തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം തിരിഞ്ഞ പോലെ നിങ്ങളെ എല്ലാ ഏകദേശമൊക്കെ ഒരുപോലൊക്കെ വരുന്ന ചോദ്യങ്ങളാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് ഇപ്പോൾ ഡൗട്ട് വരും. അതുകൊണ്ട് ചോദ്യം നല്ലതുപോലെ മനസ്സിലാക്കണം കേട്ടോ. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 5 തിരിച്ചിട്ടുണ്ട് കേട്ടല്ലോ. 1 നോർത്തേൺ മൗണ്ടൻ റീജിയൻ, നോർത്തേൺ മൗണ്ടൻ റീജിയൻ, ഉത്തര പർവ്വത മേഖല. 2 നോർത്ത് ഇന്ത്യൻ പ്ലെയിന്, ഉത്തരേന്ത്യൻ സമതലം. 3 പെൻസുലാർ പ്ലേറ്റു, ഉപദ്വീപീയ പീഠഭൂമി. 4 ദ ഇന്ത്യൻ ഡിസേർട്ട്, അതായത് ഇന്ത്യൻ മരുഭൂമി. 5 ദ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്, തീര സമതലങ്ങളും ദ്വീപുകളും. നല്ലപോലെ വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങളെ? വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇതിൻ്റെ PDF ഒക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ ടെസ്റ്റിനകത്തിൽ ഇത്രയും കിടന്ന് തപ്പിപ്പറക്കി മലയാളവും ഇംഗ്ലീഷും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മലയാളം ഒരു സെക്ഷൻ, ഇംഗ്ലീഷ് ഇങ്ങനെ എഴുതി തരുക. ഞാൻ നോക്കി എല്ലാം എഴുതി തരുക. നിങ്ങൾക്ക് അതൊന്നും നോക്കി എഴുതിയെടുക്കാൻ ഇതിനകത്ത് ബുദ്ധിമുട്ടുള്ളവർ ഉണ്ട് കേട്ടോ. കാരണം PDF എടുത്തിട്ട് പോയിട്ട് ഏതെങ്കിലും ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് വന്നിട്ട്, കാരണം മെനക്കെടാൻ വയ്യ, അതില്ലയോ സത്യം. അതെന്താണെന്നറിയോ? അതിൻ്റെ പോരായ്മ സംഭവിക്കുന്നത് നിങ്ങൾക്ക് എഴുതാൻ നല്ലതുപോലെ കൈയക്ഷരം നേരെ ആവാത്തത്, എഴുതി പഠിക്കത്തില്ല. കഴിവതും ഫോണിൽ നോക്കിയിരിക്കുക അല്ലേ, PDF എടുക്കുക, അതിൽ നോക്കുക. കാരണം എഴുതി പഠിച്ചെങ്കിലേ തന്നെ കുഞ്ഞുങ്ങളെ വാക്കുകളുടെ സ്പെല്ലിംഗ് ഒക്കെ പഠിക്കണമെന്നെങ്കിൽ എഴുതി തന്നെ പഠിക്കണം കേട്ടോ. അല്ലാതെ അതും നോക്കി ഇതും നോക്കി ഇരുന്നാൽ നമ്മൾ പരീക്ഷ ഹാളിൽ നിന്നല്ല, നമ്മൾ പരീക്ഷ ഹാളെന്ന് മാത്രമല്ലല്ലോ വിചാരിച്ച് പഠിക്കുന്നത് ആണോ? അല്ല. അപ്പോൾ എഴുതി തന്നെ എല്ലാം പഠിക്കണം കേട്ടോ. PDF കൊടുക്കുന്നതിൻ്റെ അല്ല ഞാനിപ്പോൾ പറയുന്നത്. എല്ലാം എഴുതി തന്നെ. ഇപ്പോൾ പ്ലേറ്റു അല്ലെ പ്ലെയിൻസ് അല്ലെ മൗണ്ടൻ റീജിയൻ, ഇതൊക്കെ എഴുതി ഒരു 1-2 വട്ടം എഴുതുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അതിൻ്റെ സ്പെല്ലിങ് നല്ലപോലെ പഠിക്കാൻ പറ്റും. അപ്പം നിങ്ങളിത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ബോറടിക്കുന്നുണ്ടോ? 5 ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ആണ് നോക്കൂ നിങ്ങൾ. നോർത്തേൺ മൗണ്ടൻ റീജിയൻ, നോർത്ത് ഇന്ത്യൻ പ്ലെയിന്, ദ പെൻസുലാർ പ്ലേറ്റു, ദ ഇന്ത്യൻ ഡിസേർട്ട്, ദ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്, ഉത്തര പർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീര സമതലങ്ങളും ദ്വീപുകളും കേട്ടോ. ദ്വീപുകൾ, ഐലൻഡ്. ഓക്കെയാണോ 1ാമത്തെ? 2ാമത്തെ ചോദ്യം, ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്?
ഞാൻ ഇതിനകത്തുള്ള വൺ വേർഡ് എല്ലാം കൂടെ തരാം കേട്ടോ. എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം എല്ലാ വിഷയത്തിൻ്റെയും, എല്ലാ വിഷയം എന്നല്ല, ഈ സോഷ്യലിൻ്റെ സയൻസിൻ്റെ ഒക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട് കേട്ടോ. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? പാമീർ പർവ്വതക്കെട്ട്. നേരത്തെ പഠിച്ചവർ കാണും, അതല്ല ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിലും പാമീർ പർവ്വതക്കെട്ട് നിങ്ങളുടെ ടെസ്റ്റിൽ ഇന്ത്യയുടെ പടം തന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നോക്കാമെങ്കിൽ കാണാം കേട്ടോ. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണെന്ന് വെച്ചാൽ പാമീർ പർവ്വതക്കെട്ട്. വിച്ച് മൗണ്ടൻ റേഞ്ച് ഈസ് നോൺ ആസ് ദ റൂഫ് ഓഫ് ദ വേൾഡ്? പാമീർ നോട്ട്, KNOT കേട്ടോ, നോട്ട് പർവ്വതക്കെട്ട്. ഓക്കെ ആണോ? 3, ഈ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് വിന്യസിക്കപ്പെട്ട് കാണുന്ന പർവ്വതനിരകൾ ഏതെല്ലാം? പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് വിന്യസിക്കപ്പെട്ട് കാണുന്ന പർവ്വതനിരകൾ. മൗണ്ടൻ റേഞ്ച് ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ദ പാമീർ നോട്ട് ഏതാ കുഞ്ഞുങ്ങളെ? ഒന്നാമത്തത് കുൻലുൻ എന്നാണ് കേട്ടോ. അതായത് നിങ്ങൾ ആ സ്പെല്ലിങ് നോക്കിയേ, കുൻലുൻ. പിന്നെ ഹിന്ദുക്കുഷ്, കാരക്കോറം, ടിയാൻഷാൻ, സുലൈമാൻ. നോക്കിയേ ആ 5 പേര് ഒന്ന് നോക്കിക്കേ. നമ്മൾ ആദ്യം ഒരു 5 പഠിച്ചായിരുന്നു. അതായത് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 5 തിരിച്ചു. അപ്പോൾ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതക്കെട്ടാണ്. ഈ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും പല ഭാഗത്തോട്ട് കുറേ പർവ്വതനിരകൾ പോകുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഇപ്പം പറഞ്ഞത്. കുൻലുൻ, ഹിന്ദുക്കുഷ്, കാരക്കോറം, ടിയാൻഷാൻ, സുലൈമാൻ. എളുപ്പമല്ലേ വായിക്കാൻ? ആദ്യമൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് കാണും, പക്ഷേ എഴുതിയെടുക്കണമെങ്കിൽ കേട്ടോ. ഇനി നമ്മുടെ ഇന്ത്യയുടെ പടം നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. ഈ ചാപ്റ്ററിനകത്തിൽ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്ന് ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിച്ചാൽ, ഇന്ത്യയുടെ നോർത്ത് ഭാഗത്താണ് വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗം കേട്ടോ. ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തര പർവ്വത മേഖലയാണ് കേട്ടോ. ദ നോർത്തേൺ മൗണ്ടൻ റീജിയൻ കേട്ടോ. ദ നോർത്തേൺ മൗണ്ടൻ റീജിയൻ, നോർത്തേൺ മൗണ്ടൻ. അടുത്ത ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു? ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു? അതായത് നമ്മുടെ ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി ഇന്ത്യയെ 5 തിരിച്ചു എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെയാണ് കുഞ്ഞുങ്ങളെ നോർത്തേൺ മൗണ്ടൻ റീജിയൻ അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ഒന്നാമത്തെ അതിനെക്കുറിച്ചാണ് ആദ്യം കുറേ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ് നമ്മൾ ആദ്യമേ കുറേ കാര്യങ്ങൾ പറയുന്നത്. അതായത് ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗം എന്നറിയപ്പെടുന്നത് ഉത്തരപർവ്വത മേഖലയാണ് ഒന്നാമത്തെ. അപ്പം അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇതൊക്കെ എഴുതിക്കോണം. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3 തിരിക്കാം. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ 3 തിരിക്കാം. അതിൻ്റെ ഇംഗ്ലീഷുണ്ട്. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ എത്രയായി തിരിക്കുന്നു? 3. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഓക്കെ ആണല്ലോ. ഇനി അതിൻ്റെ ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ. അതായത് ബേസ്ഡ് ഓൺ ദ ടോപ്പോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ദ നോർത്തേൺ മൗണ്ടൻ റീജിയൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3. ഏതാ നിങ്ങളെ നോക്കിയേ? ട്രാൻസ് ആണ്. ട്രാൻസ് ഹിമാലയാസ്, ദ ഈസ്റ്റേൺ ഹിൽസ്, കിഴക്കൻ കുന്നുകൾ, ദ ഈസ്റ്റേൺ ഹിൽസ്. ഓക്കെ ആണോ? 6ാമത്തെ ചോദ്യം ദ നോർത്തേൺ മൗണ്ടൻ റീജിയനെ കുറിച്ച്, അതായത് ഉത്തര പർവ്വത മേഖലയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഒന്നാമത്തെ ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി ഇന്ത്യയെ 5 തിരിച്ചതിൽ ഒന്നാണ് ദ നോർത്തേൺ മൗണ്ടൻ റീജിയൻ അല്ലെങ്കിൽ ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കിക്കേ. ഒന്നാമത്തെ അതിൻ്റെ ഷോർട്ട് നോട്ട് എഴുതാനാണ്. landform with an average elevation above 900 meter from the sea level, formed by the folding of rock layers, extend from river Indus in the west to river Brahmaputra in the east, presence of high peak glaciers and valleys. പ്രധാനപ്പെട്ട 4 പോയിന്റുകളാണ്. ഇതുപോലെ തന്നെ അങ്ങ് പഠിച്ചോണം കേട്ടോ. 4 പോയിന്റാണ്. അത് നല്ലതുപോലെ പഠിച്ചേ. അതായത് താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വത നിരകൾ കേട്ടോ. താരതമ്യേന
എങ്ങനെയുള്ള ഉയരം പ്രായം കുറവാണ് എന്ന് വെച്ചാൽ താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വതങ്ങൾ. ശിലാപാളികൾക്ക് കേട്ടോ, ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണ് ഇവ. പടിഞ്ഞാറ് സിന്ധു മുതൽ പടിഞ്ഞാറ് ഇൻഡസിനാണ് നിങ്ങളെ സിന്ധു കേട്ടോ, സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു. 150 മുതൽ 400 കിലോമീറ്റർ വരെ ഇതിന് വീതിയുണ്ട്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഒരു ഭൂപ്രദേശമാണ് ഏതാ നോർത്തേൺ മൗണ്ടൻ റേഞ്ച് അല്ലെങ്കിൽ ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത്. മനസ്സിലായോ? താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വതനിരകൾ. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണ് ഇവ. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു. 150 മുതൽ 400 കിലോമീറ്റർ വരെ ഇതിന് വീതിയുണ്ട്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണ് ഇത്. ഓക്കെ ആണോ? അത്രയും ആണല്ലോ. അതുപോലെ തന്നെ 5 എണ്ണം പഠിച്ചോ, 4 എണ്ണം കേട്ടോ. ഓക്കെ, 7ാമത്തെ ചോദ്യം, ഹൗ ഫോൾഡ് മൗണ്ടൻസ് ആർ ഫോംഡ്. നമ്മൾ അതിനകത്ത് പറഞ്ഞു, ഇതിനകത്തിൽ ഫോൾഡ് മൗണ്ടൻസ് മടക്ക് പർവ്വതങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മടക്ക് പർവ്വതങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? എന്താണ് ഫോൾഡ് മൗണ്ടനെ കുറിച്ച് നമ്മൾ പറഞ്ഞു? എന്താ നോക്കിക്കേ, അതായത് ഹൗ ഫോൾഡ് മൗണ്ടൻസ് ആർ ഫോംഡ്. റൈറ്റ് എക്സാമ്പിൾ. മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് എങ്ങനെ? ഉദാഹരണം എഴുതാൻ നോക്കിയേ. ഫോംഡ് ഡ്യൂ ടു ദ കംപ്രഷൻസ് ഓഫ് സെഡിമെന്ററി റോക്ക് സ്ട്രാറ്റ ഓഫ് ദ എർത്ത് ക്രസ്റ്റ്. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദബലത്താൽ മടങ്ങി മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. ഭൂവൽക്കത്തിലെ ക്രസ്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എർത്ത് ക്രസ്റ്റ്. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദബലത്താൽ കേട്ടോ, സമ്മർദ്ദം എന്ന് വെച്ചാൽ നല്ല ചൂട് കൂടിയൊക്കെ ഉണ്ടാവുമല്ലോ, സമ്മർദ്ദബലത്താൽ മടങ്ങി മടക്കു പർവ്വതങ്ങളായി രൂപപ്പെടാറുണ്ട്. വലനം എന്ന ഈ പ്രക്രിയയിലൂടെയാണ് മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഉദാഹരണം ആൽപ്സ്, ഹിമാലയമൊക്കെ ഫോൾഡ് മൗണ്ടന് എക്സാമ്പിളാണ് കേട്ടോ. ഫോൾഡ് അത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. ഫോൾഡ് മൗണ്ടൻ അല്ലെങ്കിൽ മടക്ക് പർവ്വതത്തിന് എക്സാമ്പിളാണ് ആൽപ്സ് പർവ്വതവും ഹിമാലയവും കേട്ടോ. ഓക്കെ ആണോ? 7. 8ാമത്തെ ചോദ്യം, എന്താണ് ഈ നമ്മൾ മുമ്പ് എന്തോത്തിൻ്റെയോ ഒരു ട്രാൻസ് ഹിമാലയം പറഞ്ഞല്ലേ? എന്താ ഈ ട്രാൻസ് ഹിമാലയം? അതായത് ഭൂപ്രകൃതിയുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ട് നമ്മൾ തിരിച്ചു എന്ന് പറഞ്ഞു. അതിലൊന്നാമത്തെയാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്. എന്താണ് ഈ ട്രാൻസ് ഹിമാലയം എന്ന് വെച്ചാൽ, ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ശരാശരി 3000 മീറ്റർ ഉയരവും ഏകദേശം 400 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവും ഉണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കും നിങ്ങളെ ഫീച്ചേഴ്സ് ഓഫ് ട്രാൻസ് ഹിമാലയ. ട്രാൻസ് ഹിമാലയത്തിൻ്റെ സവിശേഷതകൾ എന്താണ്? നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. 1, 2 എന്ന് നമ്പർ ഇട്ട് വേണേൽ പഠിക്കാം. അതെല്ലാം നിരത്തി ഇങ്ങനെ എഴുതി എങ്ങനെ വേണമെങ്കിലും പഠിക്കാം കേട്ടോ. നോൺ ആസ് ദ ടിബറ്റൻ ഹിമാലയം എന്ന് വെച്ചാൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയത്തിനെ ടിബറ്റൻ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു കേട്ടോ. ആവറേജ് എലവേഷൻ നോക്കിയേ 3000 മീറ്റർ കേട്ടോ. ഇതിൻ്റെ ശരാശരി 3000 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. പിന്നോ അപ്രോക്സിമേറ്റ് വിട്ട് ഏകദേശം അവർ പറഞ്ഞത് ഒരു 40 കിലോമീറ്ററോളമാണ് ഇതിൻ്റെ വീതി വിട്ട് പറഞ്ഞിരിക്കുന്നത്. നീളമോ 965 കിലോമീറ്ററാണ് എന്താ നീളവും പറഞ്ഞേക്കുന്നത്. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. അടുത്ത 9ാമത്തെ, നെയിം ദ മൗണ്ടൻ റേഞ്ച് ദാറ്റ് കണക്ട് ഹിമാലയാസ് വിത്ത് ദ പാമീർ നോട്ട്. ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്ന പർവ്വതനിര ഏതാണ്? ഒരു മാർക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താണ്? ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്ന പർവ്വതനിര ഏത്? കാരക്കോറം. ദ കാരക്കോറം റേഞ്ച്. കാരക്കോറം എന്നൊക്കെ എഴുന്നേണ്ട സ്പെല്ലിംഗ് പഠിച്ചോണേ. ഹിമാലയ പർവ്വതത്തെ
പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പർവ്വത നിരയുണ്ട് കേട്ടോ, അത് കാരക്കോറമാണ്. നിങ്ങളുടെ ടെസ്റ്റിനകത്തിൽ ആ പടം ഒന്ന് നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ, അതിനകത്ത് അത് കാണുമ്പോൾ മനസ്സിലാവും. അടുത്ത ട്രാൻസ് ഹിമാലയത്തിന് തെക്കായിട്ട് കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വത നിരകൾ ഏതെല്ലാം? ആ പടത്തിനകത്ത് നോക്കണേ. നമ്മുടെ ട്രാൻസ് ഹിമാലയത്തിൻ്റെ അവിടെ ട്രാൻസ് ഹിമാലയം ഉണ്ടല്ലോ, അതിൻ്റെ തെക്കായിട്ട് കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 പാരലായിട്ടുള്ള സമാന്തര പർവ്വത നിരകൾ. നെയിം ദ 3 പാരലൽ റേഞ്ച് that extended to the south of the Trans Himalayas towards the east. ഏതൊക്കെയാ? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ശിവാലിക് എന്നും പറയാം, ശിവാലിക് എന്നും പറയാം കേട്ടോ. കൂടുതലും ശിവാലിക്കാണ് കേട്ടോ. ശിവാലിക് SHI ഷി, ശിവാലിക് എന്ന് ഞാനങ്ങ് എഴുതിയെങ്കിലും ശിവാലിക് എന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടോ. അത് പലരും പല രീതിയിൽ ഉച്ചരിക്കുന്നതുകൊണ്ടാണ് SHI ഷി എന്നാണ് ശിവാലിക്. ഓക്കെ ആണല്ലോ. 11ാമത്തെ ചോദ്യം. ലോകത്തിലെ ഉയരമേറിയ പർവ്വത നിരകളിൽ ഒന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നു, എന്തുകൊണ്ടാണ്? ഈ ഹിമാലയം ഹിമാലയം എന്ന് പറയുന്ന പർവ്വതം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇന്നും അതിങ്ങനെ വളർന്നുകൊണ്ടേ അതെങ്ങനെയായിരിക്കും അല്ലേ? നമ്മളൊന്ന് ചിന്തിച്ച് എങ്ങനെയായിരിക്കും? അതായത് ഡ്യൂ ടു പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറഞ്ഞ ടെക്ടോണിക്സ് ആ വാക്കൊന്ന് പഠിച്ചോണ്ടോ നിങ്ങൾ. ഭൗമശിലാപാളികളുടെ ചലനം കൊണ്ടാണ്. ശിലകളുടെ പാളി, ഭൗമശിലാപാളികളുടെ ചലനം കൊണ്ടാണ് എന്താ ഈ ഹിമാലയം വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഡ്യൂ ടു പ്ലേറ്റ് ടെക്ടോണിക്സ് കേട്ടോ. വാട്ട് മേ ബി ദ റീസൺസ് ഫോർ ദ ഗ്രോവിങ് ഓഫ് ഹിമാലയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഡ്യൂ ടു പ്ലേറ്റ് ടെക്ടോണിക്സ്. ഈ ടെക്ടോണിക്സ് എന്നൊക്കെ വെച്ചാൽ അല്ലേ? അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് കുഞ്ഞുങ്ങളെ 12ാമത്തെ ചോദ്യം നിങ്ങളുടെ ടെസ്റ്റിൽ ഹിമാലയത്തെക്കുറിച്ചാണ് ഇങ്ങനൊരു ബോക്സ് തന്നിട്ടുണ്ട്. എഴുതുന്നില്ലെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷേ ടെസ്റ്റ് വല്ലതും കയ്യിലില്ലാത്തവർ നോക്കൂ കുഞ്ഞുങ്ങളെ. ഹിമാലയത്തിനെ നമ്മൾ പറഞ്ഞു എന്താ എങ്ങനെയൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്? 3 ആയിട്ടല്ലേ. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായിട്ട് കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വത നിരകളുണ്ട്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. നമ്മളിപ്പോൾ പറഞ്ഞ അല്ലേ, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഈ ഹിമാദ്രിക്ക് ഗ്രേറ്റ് ഹിമാലയ എന്ന് പറയും കേട്ടോ. ഹിമാചലിന് ലെസർ ഹിമാലയ, ശിവാലിക്കിന് ഔട്ടർ ഹിമാലയ കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇവിടെ ഒക്കെ ആവറേജ് ഇലവേഷൻസ് 6100 മീറ്റർ വിഡ്ത്ത്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം നിങ്ങൾ ഇവിടുത്തെ എലവേഷൻ എത്രയൊക്കെയാണ്. അതായത് എൻ്റെ മലയാളം ഉണ്ട്. ഹിമാലയം, ഹിമാചൽ, ശിവാലിക്ക് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞാൽ ഉയരമായ 6100 മീറ്ററിന് മുകളിൽ, വീതി 25 കിലോമീറ്റർ, മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങളാണ് ഏതാ ഹിമാദ്രി എന്ന് പറയുന്നത്. മഞ്ഞ് മൂടിക്കിടക്കുക കേട്ടോ. എന്നാൽ ഹിമാചലോ സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരം, 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ വീതി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? അടുത്ത ശിവാലിക് എന്ന് വെച്ചാൽ 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരം. ഏറ്റവും പുറമേയുള്ള ഭാഗം ഏറ്റവും തെക്ക് ഗംഗാ സമതലത്തിന് അതിരായിട്ട് കിടക്കുന്നു. 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ് വീതി. ഇത് നിങ്ങളുടെ ടെസ്റ്റിൽ ബോക്സ് ഇട്ട് മലയാളം മീഡിയക്കാരുടെ ഇംഗ്ലീഷ് മീഡിയക്കാരുടെ എഴുതിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അതാണ് ഞാനിപ്പോൾ ഇത് ഓടിച്ചിട്ടങ്ങ് പറഞ്ഞത് കേട്ടോ. അത് നിങ്ങളൊന്ന് പഠിച്ചോണേ. അത് ഉണ്ടെന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ 12 നമ്പർ ഇട്ട് എഴുതിയേക്കുന്നത്. അത് വൃത്തിയായിട്ട് എഴുതണേ. ഓക്കെ. അടുത്ത നമ്മൾ മുമ്പ് പറഞ്ഞു എന്താണ് ടെക്സ്റ്റോണിക് അല്ല ടെക്ടോണിക്സ് എന്ന് വെച്ചാൽ ഭൗമശിലാപാളികളുടെ ചലനം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഹിമാലയം എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അല്ലേ. എന്താ നിങ്ങളെ ഈ ടെക്ടോണിക് പ്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്ടോണിക് പ്ലേറ്റ്സ് ആർ ദ ക്രസ്റ്റൽ റോക്ക് ബ്ലോക്ക് ഓഫ് കോണ്ടിനെന്റൽ ആൻഡ് ഓഷ്യാനിക് പാർട്ട് കേട്ടോ. അത് ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. അതുപോലെ തന്നെ ടെക്ടോണിക് പ്ലേറ്റ്സ് മൂവ് വെരി സ്ലോവിലി എബവ് ദ അസ്തനോസ്ഫിയർ കേട്ടോ. അസ്തനോസ്ഫിയർ ഒക്കെ എന്തുവാന്ന് ഇപ്പം നമുക്ക് പറയാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. ടെക്ടോണിക് പ്ലേറ്റ്സ് നിങ്ങളുടെ മലയാളം ഇംഗ്ലീഷിൻ്റെ ടെസ്റ്റിൽ തന്നെ ഓൾറെഡി കിടപ്പുണ്ട്. ടെക്ടോണിക് പ്ലേറ്റ്സ് ആർ ദ ക്രസ്റ്റൽ റോക്ക് ബ്ലോക്ക് ഓഫ് കോണ്ടിനെന്റൽ ആൻഡ് ഓഷ്യാനിക് പാർട്ടാണ്. ഇനി ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് മൂവ് ചെയ്യുന്നത് വെരി സ്ലോലി എബവ് ദ അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിന് മുകളിൽ കൂടെ വളരെ പതുക്കെയാണ് ഇത് മൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കുന്ന 14ാമത്തെ എന്താണ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അസ്തനോസ്ഫിയർ ഉണ്ട്, ഞാൻ തരാം. എന്താണ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതായത് ശിലാമണ്ഡല ഫലകങ്ങൾ, ഇതിൻ്റെയൊക്കെ മലയാളമൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണേ. ശിലാമണ്ഡല ഫലകങ്ങൾ, പ്ലേറ്റ് എന്ന് വെച്ചാൽ ഫലകം എന്നാണ് മലയാളം കേട്ടോ. പ്ലേറ്റ്സ്, ഫലകങ്ങൾ. അതായത് പോർഷൻ ഓഫ് ലിത്തോസ്ഫെറിക് പാർട്സ് ഈച്ച് വിത്ത് തൗസൻഡ്സ് ഓഫ് കിലോമീറ്റർ ഓഫ് വിഡ്ത്ത് ആൻഡ് നിയർലി 100 കിലോമീറ്റർ തിക്നെസ് ആർ നോൺ ആസ് എ ലിത്തോസ്ഫെറിക് പ്ലേറ്റ്. എന്താ ഞങ്ങളെ, ഓരോ ശിലാമണ്ഡല ഫലകത്തിൽ നിന്നും അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുണ്ട്. ഏത് പ്ലേറ്റ്സ് എടുത്താലും, നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ് അല്ലേ കേട്ടോ, ലിത്തോസ്ഫെറിക് പ്ലേറ്റിനെ കുറിച്ചാണ്, ശിലാമണ്ഡല ഫലകങ്ങളെ കുറിച്ചാണ്. അതിലെ ഓരോ ശിലാമണ്ഡല ഫലകത്തിന് അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം അപ്രോക്സിമേറ്റ് പറയുന്നതാണ് 100 കിലോമീറ്റർ വരെ കനവും ഉണ്ടെന്നാണ്. തിക്നെസ് കേട്ടോ, എത്രയാണ്? 100 കിലോമീറ്റർ തിക്നെസ്, കട്ടിയുമുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ക്രസ്റ്റ് ആൻഡ് ദ അപ്പർ മാൻഡില്. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ഈ ശിലാമണ്ഡല ഫലകങ്ങൾ. ഒരു മാർഗിനൊക്കെ ചോദിക്കാം, ഈ ശിലാമണ്ഡല ഫലകങ്ങൾ എന്തൊക്കെ ചേർന്നതാണ്? ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും, അപ്പർ മാൻഡിലും ക്രസ്റ്റും കൂടെ ചേർന്നതാണ് കേട്ടോ. എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ക്രസ്റ്റും അപ്പർ മാൻഡിലും കേട്ടോ. അടുത്ത, ദീസ് പ്ലേറ്റ്സ് മേ കവർ ദ കോണ്ടിനെൻ്റൽ പോർഷൻ, ഓഷൻ, ബോട്ടം ഓർ ബോത്ത്. എന്ന് വെച്ചാൽ ഇവ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ? കുഞ്ഞതായിട്ടായി പോയോ? ഇല്ലല്ലോ, അത് ലാസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ എഴുതി. ഇവ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽ തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആവാം. ഏതും ആവാം. ഈ ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻകര അല്ലേ, വൻകര ഏതാണ്? കോണ്ടിനെൻ്റൽ പോർഷൻ, ഓഷൻ, ബോട്ടം ഓർ ബോത്ത് കേട്ടോ. വൻകര ഭാഗമാകാം, അല്ലെ കടൽത്തറ ഭാഗമാകാം, അതല്ലെങ്കിൽ ഇനി വൻകരയും കടൽത്തറയും രണ്ടും കൂടിയും ആവാവുന്നത് കേട്ടല്ലോ. ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് എന്നാൽ എന്ത് എഴുതിയെടുക്കണേ. ഇത് ഈ ഒത്തിരിയായിട്ട് തോന്നുന്നത് രണ്ടും കൂടെ ആയതുകൊണ്ട് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിൽ എന്താ ഇത്രയേ ഉള്ളൂ, രണ്ടും കൂടി ആയതുകൊണ്ടാവും നിങ്ങളെ അത്രയും വരുന്നത് കേട്ടോ. 14. അടുത്ത 15ാമത്തെ ചോദ്യം, വാട്ട് മേ കാണാൻ പറ്റുന്നുണ്ടോ? വാട്ട് മേ ബി ദ റീസൺസ് ഫോർ ദ ഗ്രോവിങ് ഓഫ് ഹിമാലയ. അത് മുമ്പ് നമ്മൾ പറഞ്ഞല്ലേ, എന്തായിരുന്നു ഹിമാലയം വളരുന്നുണ്ടെന്ന് പറയുന്നത്? എന്താണ് നിങ്ങളെ? ഡ്യൂ ടു പ്ലേറ്റ്. നമ്മൾ പറഞ്ഞല്ലേ, ടെക്ടോണിക്സ്. പല്ലൂരി പോയനി. ഓക്കെ ആണല്ലോ. അടുത്ത, അപ്പം എന്താണ് ടെക്ടോണിക് ഫലങ്ങൾ എന്നാൽ എന്ത്? മുമ്പ് നമ്മൾ അവിടെ ഇംഗ്ലീഷ് എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു അല്ലേ, ഇംഗ്ലീഷുകാർ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ക്രസ്റ്റൽ റോക്ക് ബ്ലോക്ക് ഓഫ് കോണ്ടിനെൻ്റൽ ആൻഡ് ഓഷ്യാനിക് പാർട്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ നിങ്ങൾ? വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ. അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ഈ ഫലകങ്ങൾ സ്ലോവിലി, സാവധാനം എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു, ചലിച്ചുകൊണ്ടിരിക്കുന്നു. മുമ്പ് നമ്മളത് പറഞ്ഞതാ, അതിൻ്റെ മലയാളമാണ് ഇത്. അതിനകത്ത് മലയാളം എഴുതാൻ മറന്നു പോയിരുന്നു. ഇപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു അസ്തനോസ്ഫിയറിന് മുകളിലൂടെ. ഈ അസ്തനോസ്ഫിയറിൻ്റെ മുകളിലൂടെയാണ് ഇത് പോകുന്നതെന്നല്ലേ പറഞ്ഞത്? എന്താ നിങ്ങൾ അസ്തനോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ദ പാർട്ട് ബിനീത്ത് ദ ലിത്തോസ്ഫിയർ where the materials exist in a partially molten state is known as asthenosphere. ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി ദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗത്തിനെയാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? അസ്തനോസ്ഫിയർ എന്നാൽ എന്താ ഒരു മാർഗിനൊക്കെ, ഇതൊക്കെ ഒരു മാർഗിൻ്റെ ചോദ്യമാണ്. എന്താ? ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി, മോൾട്ടൺ സ്റ്റേറ്റ്, ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗത്തിനെയാണ് നിങ്ങളെ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഒരു മാർഗിൻ്റെയാണ്. 17ാമത്തെ ചോദ്യം, 3 ടൈപ്പ് ഓഫ് പ്ലേറ്റ് ബൗണ്ടറീസ്. നമ്മൾ കുറേ പ്ലേറ്റിനെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെ പ്ലേറ്റ് ആണ്? ലിത്തോസ്ഫെറിക് പ്ലേറ്റിനെ കുറിച്ച് പഠിച്ചു അല്ലെ? ശിലാമണ്ഡല ഫലകങ്ങൾ എന്നാൽ എന്തെന്ന് പഠിച്ചായിരുന്നു അല്ലേ? 3 തരത്തിലുള്ള ഫലകങ്ങളുണ്ട്. ഫലകത്തിന്റെ ബൗണ്ടറി ഉണ്ട്, അതിരുകൾ ഏതെല്ലാമാണ്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ. ഒന്നാമത്തത് എന്താണ്? കൺവെർജന്റ് ബൗണ്ടറി. ഇംഗ്ലീഷ് മീഡിയക്കാരെ പേരൊക്കെ നോക്കി നിങ്ങളെ. കൺവെർജന്റ് ബൗണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സംയോജക സീമ എന്നാണ് അതിൻ്റെ മലയാളം കേട്ടോ. സംയോജക സീമ, അതായത്
ബൗണ്ടറീസ് വേർ പ്ലേറ്റ് മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ. ആ ഒരു വരി പഠിക്കാമെങ്കിൽ ഈ 3 നമുക്ക് പഠിക്കാൻ പറ്റും. ബൗണ്ടറീസ് വെയർ പ്ലേറ്റ്സ് മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ. രണ്ടാമത്തത് ഡൈവേർജൻ്റ് ബൗണ്ടറി, അതായത് വിയോജക സീമ. ഇത് സംയോജിക്കുമ്പം ഇത് വിയോജിക്കും, മനസ്സിലായോ? ഇത് കൺവേർജ് ചെയ്തിരിക്കുമ്പോൾ ഇത് ഡൈവേർജൻ്റ് ആവും. ചോദ്യം മനസ്സിലായോ നിങ്ങളെ? ഇതിൻ്റെ ബൗണ്ടറി 3 തരം ബൗണ്ടറി ഉണ്ടെന്നാ പറഞ്ഞേ. 3 തരം ബൗണ്ടറി അല്ലേ, അതിരുകളുണ്ട്. ഒന്നാമത്തത് കൺവെർജൻ്റ് ബൗണ്ടറി എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഈ ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ്, അടുക്കുന്നുണ്ട്. ബൗണ്ടറീസ് വെയർ പ്ലേറ്റ് മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ. ടുവേർഡ്സ്, ആ ഒരു വരി പഠിച്ചോ, ടുവേർഡ്സ്. ഇനി ഇത് പഠിച്ചവർക്ക് നോക്കിയേ, ടുവേർഡ്സ് അങ്ങ് മാറ്റി എവേ ഫ്രം ആക്കിയാൽ മതി. എന്ന് വെച്ചാൽ ബൗണ്ടറീസ് വെയർ പ്ലേറ്റ് മൂവ് എവേ ഫ്രം. ഇവിടെ ടുവേർഡ്സ് ആണെങ്കിൽ ഇവിടെ എവേ ഫ്രം ഈച്ച് അതർ എന്ന് വെച്ചാൽ ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകൾ. ഇതെന്താ? അടുക്കുന്നത്. കൺവേർജ് ചെയ്യാന്ന് വെച്ചാൽ അടുക്കുക, ടുവേർഡ്സ് അടുക്കുക. ഡൈവേർജൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അകലുകയാണ്. എന്നാൽ ട്രാൻസ്ഫോം ബൗണ്ടറി എന്ന് വെച്ചാലോ ഛേദക സീമ എന്ന് അതിൻ്റെ മലയാളം. എന്താ നിങ്ങളെ? ഛേദക സീമ. അതിൽ ഈ ഫലകങ്ങൾ തമ്മിൽ തിരശ്ചീനമായിട്ട് ഉരസി മാറുന്ന അതിരുകളാണ്. തിരശ്ചീനമായിട്ട് എന്ന് വെച്ചാൽ ബൗണ്ടറീസ് വെയർ പ്ലേറ്റ്സ് മൂവ് എവേ ഫ്രം ഈച്ച് അതർ, അല്ല, ബൗണ്ടറീസ് വെയർ പ്ലേറ്റ്സ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ. സ്ലൈഡ് പാസ്റ്റ് ഒരെണ്ണം പഠിക്കാമെങ്കിൽ 3 പഠിക്കാൻ കുഞ്ഞുങ്ങളെ. ഇവിടെ എന്താണ്? ബൗണ്ടറീസ് വെയർ പ്ലേറ്റ് മൂവ് ടുവേർഡ്സ് ഇട്ടാൽ മതി. ഇവിടെ എവേ ഫ്രം ഇട്ട് കൊടുക്കണം, ഇവിടെ സ്ലൈഡ് പാസ്റ്റ്. അത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ? ഒരെണ്ണം പഠിക്കാമെങ്കിൽ 3 പഠിക്കും. കൺവേർജൻ്റ് ആണെങ്കിൽ ടുവേർഡ്സ്, ഡൈവേർജ് ചെയ്യുവാണെങ്കിൽ എവേ ഫ്രം, ട്രാൻസ്ഫോം ചെയ്യുവാണെങ്കിൽ സ്ലൈഡ് പാസ്റ്റ്. ഓക്കെ ആണോ? ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്നത് സംയോജകം, ഫലകങ്ങൾ തമ്മിൽ അകലുന്നത് വിയോജനം, ഫലകങ്ങൾ തമ്മിൽ തിരശ്ചീനമായിട്ട് ഉരസുന്നത് ഛേദക സീമ. മലയാളം എങ്ങനെയുണ്ട്? ഇനി എന്തോ ഈ ഫോൾഡ് മൗണ്ടൻ എന്നാൽ എന്ത്? ഇത് നമ്മൾ ആദ്യം എഴുതേണ്ടതാണ്. കുറേ നമ്മൾ ഫോൾഡ് മൗണ്ടനെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ? മടക്ക് പർവ്വതങ്ങൾ. നമ്മൾ ഈ ബേക്കറി കടയിലൊക്കെ കിട്ടുന്ന മടക്കാണോ? ചായയുടെ കൂടെ കടി മടക്ക് ആണോ? മടക്ക് പർവ്വതങ്ങൾ എന്നുദ്ദേശിക്കുന്നത് വാട്ട് ഈസ് ഫോൾഡ് മൗണ്ടൻ? എന്താ കുഞ്ഞുങ്ങളെ? റോക്ക് ലെയേഴ്സ് along the convergent boundary get folded due to the compressions of lithosphere plates. These lead to the formation of fold mountains. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെടുന്ന പർവ്വതനിരകളെയാണ് മടക്ക് പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. സംയോജക സീമകളിൽ, ഈ സംയോജക സീമ എന്ന് വെച്ചാൽ എന്തുവായിരുന്നു? മുമ്പ് നമ്മൾ പറഞ്ഞത് കൺവേർജൻ്റ് ബൗണ്ടറി അല്ലേ? ബൗണ്ടറീസ് വെയർ പ്ലേറ്റ് മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ, അതല്ലയോ സംയോജക സീമ എന്ന് പറയുന്നത്? കൺവേർജൻ്റ് ബൗണ്ടറി ഇല്ലയോ? സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെടുന്ന പർവ്വതങ്ങളെ നമ്മൾ എന്ത് പറയുന്നത്? ഫോൾഡ് മൗണ്ടൻ അല്ലെങ്കിൽ മടക്ക് പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. 18 പഠിച്ചോ നിങ്ങളെ? പഠിക്കുമല്ലേ? എഴുതിക്കോണേ. ഓക്കെ, അടുത്ത 19ാമത്തെ ചോദ്യം. പൊതുവെ 9ാം ക്ലാസ്സിൽ സോഷ്യൽ എന്ന് പറയുന്നത് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്തുവാ, ഇത് ഇപ്പം തീരുമെന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നും. അത് 10ാം ക്ലാസ്സിനേക്കാൾ കൂടുതൽ 9ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടോ നിങ്ങൾ കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാണ് ഞാൻ ഇങ്ങനെ ഈ വാരി വലിച്ചു തരുന്നത്? ഇത് ഞാൻ തരുന്നതല്ല കേട്ടോ, ഇത് ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. എനിക്ക് എപ്പോഴും ഞാൻ വളരെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ 10 പഠിപ്പിക്കുന്നതിലും ആ 10 പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ എൻ്റെ ഇവിടെ വരുന്ന എനിക്കൊരു 60 പിള്ളേരെ വൈകിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പല ഒരു 5 മുതൽ, അതായത് 1 മുതൽ 10 വരെയും CBSE ആണ് ഞാൻ കൂടുതലും എടുക്കുന്നത്. കേരള സിലബസ് ഹസ്ബൻഡാണ് പഠിപ്പിക്കുന്നത്. അപ്പം CBSEയിൽ ഞാൻ പറയില്ല 1 മുതൽ 10 വരെയുണ്ട്. അപ്പം ഞാൻ വാരി വലിച്ചുള്ള നോട്ടുകളൊന്നും കൊടുക്കാറില്ല. 10 പഠിപ്പിക്കുന്നുള്ളൂ, ആ 10 പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു ടെസ്റ്റിൽ 60 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ 60 പഠിക്കാൻ ഞാൻ പറയത്തില്ല കേട്ടോ. ഈ പ്രധാനപ്പെട്ടത് നോക്കി കേട്ടോ, എങ്ങനെ അവരെ അത് മനസ്സിലാക്കുക, അങ്ങനെയുള്ളൂ. അപ്പം എന്ന് പറയുന്നില്ല, ഇപ്പം ഇത് നിങ്ങൾക്കിതിൽ ഏതാണോ എളുപ്പം പഠിക്കാൻ പറ്റുന്നത് അത് പഠിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഈ ഞാൻ തന്ന ഈ 30 തന്നിട്ടുണ്ടെങ്കിൽ 30 ഇരുന്ന് പഠിക്കുമെന്ന് പറയാൻ എനിക്ക് പറയാൻ എളുപ്പമല്ലേ? പഠിക്കുന്നത് നിങ്ങളല്ലേ, നിങ്ങൾക്കായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട്. എന്നാലും എത്രത്തോളം പഠിക്കുന്നത് അത്രത്തോളം പഠിക്കേണ്ട കുഞ്ഞുങ്ങൾ കേട്ടോ. ഇന്നത്തെ കാലത്ത് പഠിച്ചാൽ പോലും ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടാൻ പാടാണ്. അപ്പം എങ്ങനെയെങ്കിലും നമ്മളൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതല്ല. അപ്പം പഠിക്കണം കേട്ടോ. ഹൗ വാസ് ദ ഹിമാലയാസ് വെയർ ഫോംഡ്? ഹിമാലയം എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്?
ഹിമാലയത്തെക്കുറിച്ചാണ് കേട്ടോ. നമ്മൾ ഈ കയറി എവിടാ ഹിമാലയത്തെ വന്ന് ഈ ഹിമാലയാസിനെ 3ആയിട്ട് തിരിച്ചായിരുന്നു. ഹിമാദ്രി അല്ലേ, ഹിമാചല്, ശിവാലിക്ക് അല്ലേ, ഇത് ഓരോ സൈഡിലോട്ട് പോകുന്നതിൻ്റെ വലിയൊരു പർവ്വതമാണ് ഹിമാലയം എന്ന് പറയുന്നത് കേട്ടോ. ഹിമാലയത്തെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. ഹിമാലയം രൂപം കൊണ്ടത് എങ്ങനെയാണ്? ദ ഇന്ത്യൻ പ്ലേറ്റ് വിച്ച് മൂവ്ഡ് നോർത്ത് വേർഡ്സ് ആൻഡ് കെയിം ക്ലോസ് ടു ദ യുറേഷ്യൻ പ്ലേറ്റ്. ദ ടിതെ എന്ന് പറയുന്ന ഒരു ഓഷൻ്റെ പേരാണ് കേട്ടോ. ദ ടിതെ സീബെഡ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ 2 ലാൻഡ് മാസസ് സ്റ്റാർട്ടഡ് അപ്ലിഫ്റ്റിംഗ് ആൻഡ് ഹിമാലയാസ് വെയർ ഫോംഡ്. 2 വരി എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ ഈ മലയാളവും കൂടെ എഴുതിയതുകൊണ്ടാണ് ഒരുപാടായിട്ട് തോന്നുന്നത്. ഹിമാലയം എങ്ങനെയാണ് രൂപം കൊണ്ടുവന്നത്? 2 വരിയേ ഉള്ളൂ. അതായത് ഇന്ത്യൻ ഫലകം, ഇന്ത്യൻ പ്ലേറ്റ് വടക്കോട്ട് നീങ്ങി അങ്ങ് യുറേഷ്യൻ ഫലകത്തിന് സമീപം എത്തിയപ്പോൾ, നമ്മുടെ ഇന്ത്യൻ ഫലകം, നിങ്ങൾ ആ പടം നോക്കണേ നിങ്ങൾ, ഇതിൻ്റെ എല്ലാം പടം നിങ്ങളുടെ ടെസ്റ്റ് തന്നിട്ടുണ്ട്. ഈ ഇന്ത്യൻ ഫലകം വടക്കോട്ട്, നമ്മൾ ഈ വടക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ, അപ്പോൾ എല്ലാം വടക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വടക്കോട്ട് നീങ്ങി അങ്ങ് യുറേഷ്യൻ ഫലകത്തിന് സമീപം എത്തിയപ്പോൾ 2 കരഭാഗങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന, നോക്കണേ, ഇന്ത്യൻ ഫലകം വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിന് സമീപം ചെന്നു. അപ്പോൾ ഇത് 2 ഫലകമായല്ലോ, യുറേഷ്യൻ ഫലകവുമായി ഇന്ത്യൻ ഫലകവുമായി. ഈ 2 ഫലകം അല്ലേ, ഈ 2 ഫലകത്തിൻ്റെ കരഭാഗങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ടെതീസ് എന്ന് പറയുന്ന സമുദ്രം. അതൊരു മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടോ. ഏതാണ്? ഇന്ത്യൻ ഫലകത്തിൻ്റെയും യുറേഷ്യൻ ഫലകത്തിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രം കേട്ടോ, ടെതീസ് ആണ് കേട്ടോ. ടെതീസ് എന്നാണ്, അതൊരു ഓഷനാണ്. ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ട് ഉയരുകയും ഹിമാലയൻ രൂപപ്പെടുകയും ചെയ്യും. അതിൻ്റെ അവിടെ ചിലവ് ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടുള്ള അടിഭാഗം അങ്ങോട്ട് മേപ്പോട്ട് ഉയരുകയും ഹിമാലയം രൂപപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഹിമാലയം എങ്ങനെയാണ് ഉണ്ടായെന്ന് കേട്ടോ. മനസ്സിലായോ? ഇന്ത്യൻ ഫലകം വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിന് സമീപം എത്തിയപ്പോൾ, അപ്പോൾ 2 ഫലകം തങ്ങളിൽ എത്തിയപ്പോൾ അതിൻ്റെ ഇടയിൽ 2 കരഭാഗങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ടെതീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് ഉയരുകയും ഹിമാലയൻ രൂപപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇൻ വിച്ച് പ്ലേറ്റ് ബൗണ്ടറി വാസ് ദ ഹിമാലയാസ് ഫോംഡ്. ഏത് അതിരിലാണ് ഹിമാലയൻ രൂപപ്പെട്ടതെന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. ഏത് അതിരിലാണ്? നമ്മൾ കുറേ ബൗണ്ടറി പഠിച്ചായിരുന്നല്ലോ. ഏതിലാ? കൺവേർജൻ്റ് കേട്ടോ, കൺവേർജൻറ്റിലാണ് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ദ ഓറോജനിക് പ്രോസസ് ഈസ് ആക്റ്റീവ് എലോങ് ദ, അതും ഒരു ചോദിക്കട്ടെ, പ്ലേറ്റ് ബൗണ്ടറീസ് ആണ് കേട്ടോ. ഇതൊക്കെ 1 മാർക്കിൻ്റെ ചോദ്യമാണ്, പ്ലേറ്റ് ബൗണ്ടറീസ്. ഇനി വാട്ട് ആർ ജോർജസ്? എന്താണ് ഗിരികന്ധരങ്ങൾ അല്ലെങ്കിൽ ജോർജസ് കേട്ടോ. ഗിരികന്ധരങ്ങൾ എന്നാൽ എന്ത്? ഡീപ്പ് വാലീസ് വിത്ത് സ്റ്റീപ്പ് സ്ലൈഡ് ആർ നോണസ്. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളെയാണ് ഗോർജസ് എന്ന് പറയുന്നത് കേട്ടോ. ജോർജസ് എന്താണ്? ഗിരികന്ധരങ്ങൾ എന്ന് പറയുന്ന ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളെയാണ് ഗിരികന്ധരങ്ങൾ എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ ഓറോജനിക്? ഓറോജനിക് എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്? മൗണ്ടൻ ബിൽഡിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. മൗണ്ടൻ ബിൽഡിംഗ്, അത് 1 മാർക്കിൻ്റെ ചോദ്യമാണ്. വാട്ട് യു മീൻ ബൈ ഓറോജനിക് എന്ന് വെച്ചാൽ മൗണ്ടൻ ബിൽഡിങ്. അടുത്ത വിച്ച് 2 പ്ലേറ്റ്സ് കൊളിറ്റ്സ് ടു ഫോം ദ ഹിമാലയാസ്. ഹിമാലയം രൂപപ്പെടാൻ കാരണമായ 2 ഫലകങ്ങൾ ഏതൊക്കെയാണ്? ഈ ഹിമാലയൻ രൂപപ്പെടാൻ മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നില്ലേ, എങ്ങനെയാ? ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും കൂടെ അല്ലേ നമ്മൾ മുമ്പ് പറഞ്ഞതാ. ഇന്ത്യൻ ഫലകവും അത് വടക്കോട്ട് ചെന്നിട്ട് യുറേഷ്യൻ ഫലകത്തിൻ്റെ അടുത്ത് അല്ലേ, അങ്ങനെ അത് 2ഉം കൂടെ ചേർന്ന കരഭാഗങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ടെതീസ് അല്ലേ. ആ സമുദ്രത്തിൽ നിന്ന് അതിൻ്റെ അടിത്തട്ട് അന്നേരം ഉയരുകയും ഹിമാലയൻ രൂപപ്പെടുകയും ചെയ്തു. അപ്പോൾ ഏതൊക്കെയാ? ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും. ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കുവേ. 24. അടുത്ത 25ാമത്തെ ചോദ്യം. വിച്ച് ഈസ് ദ നോർത്തേൺ മോസ്റ്റ് പാർട്ട് ഓഫ് ദ നോർത്തേൺ മൗണ്ടൻ റേഞ്ച്. ഉത്തരപർവ്വത മേഖലയിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പർവ്വതനിര ഏതാണ്? ട്രാൻസ് ഹിമാലയമാണ് കേട്ടോ. ട്രാൻസ്. ദ റീജിയൻ ഡിവിഷൻസ് ഓഫ് ദ ഹിമാലയാസ്. പർവ്വതനിരകൾക്ക് കുറുകെ, നമ്മളിപ്പോൾ പറഞ്ഞു, പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായിട്ട് വേർതിരിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റീജിയണൽ ഡിവിഷൻസ്. ഓരോന്നും ചോദ്യം കേട്ടിട്ട് വേണം ഉത്തരം എഴുതാൻ. റീജിയണൽ, ഹിമാലയത്തിൻ്റെ റീജിയണൽ ഡിവിഷനാണ് വെസ്റ്റേൺ ഹിമാലയാസ്, സെൻട്രൽ ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിമാലയാസ്. അപ്പം ഹിമാലയത്തിൻ്റെ ഈ ഹിമാദ്രി, ഹിമാചലും അതൊക്കെ എന്തുവാ?
കേട്ടോ. അപ്പോൾ അത് 3 ഉണ്ട്. അതെന്തുവാ അതിൻ്റെ ചോദ്യം എന്തുവാ? അതാ ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ തിരിഞ്ഞു പോകരുത്. ഓരോന്നിൻ്റെ ഇപ്പം ഇത് റീജിയണൽ ഡിവിഷൻ ഓഫ് ദ ഹിമാലയാണ് കേട്ടോ. ചോദ്യം തിരിഞ്ഞു പോകല്ലേ. പർവ്വത നിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായിട്ട് വേർതിരിക്കുന്നത്. പടിഞ്ഞാറൻ ഹിമാലയെന്നും മധ്യ ഹിമാലയെന്നും കിഴക്കൻ ഹിമാലയെന്നും 3ആയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. 3 regional divisions of the Himalayas and the river that separate them. നമ്മുടെ ടെസ്റ്റിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹിമാലയത്തിൻ്റെ 3 പ്രാദേശിക മേഖലകളും ആ വേർതിരിക്കുന്ന നദികളും ഏതൊക്കെയാണെന്ന് നിങ്ങളുടെ ടെസ്റ്റിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ? വെസ്റ്റേൺ ഹിമാലയത്തിൽ ഏതാ? ഇൻഡസും കാളിയാ കേട്ടോ. സെൻട്രൽ ഹിമാലയത്തിൽ ഏതാ? കാളിയും ടീസ്താന്ന് കേട്ടോ. ടീസ്ത. ഈസ്റ്റേൺ ഹിമാലയത്തിൽ ടീസ്തയും ബ്രഹ്മപുത്രയും കേട്ടോ. പടിഞ്ഞാറൻ ഹിമാലയത്തിൽ സിന്ധുവും കാളിയും, മധ്യ ഹിമാലയത്തിൽ കാളിയും ടീസ്തയും, കിഴക്കൻ ഹിമാലയത്തിൽ ടീസ്തയും ബ്രഹ്മപുത്രയും. 28ാമത്തെ ചോദ്യം, ഇമ്പോർട്ടൻ്റ് മൗണ്ടൻ റേഞ്ച് ഓഫ് കാശ്മീർ ഹിമാലയ. ഇനി കാശ്മീർ ഹിമാലയത്തിൻ്റെ പ്രധാന പർവ്വത നിരകൾ ഏതൊക്കെയാണ്? കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചാൽ കേട്ടോ. എല്ലാം വെറൈറ്റി പേരുകളാണ്, പക്ഷേ പഠിച്ചേ ഒക്കൂ. ഇമ്പോർട്ടൻ്റ് മൗണ്ടൻ റേഞ്ച് ഓഫ് കാശ്മീർ ഹിമാലയ. കാരക്കോറം, സസ്കർ, ലഡാക്ക്, പിർ പഞ്ചാൽ. മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. ഇംഗ്ലീഷ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ മലയാളത്തിലോട്ട് നോക്കിയാൽ മതി. 28. അടുത്ത 29ാമത്തെ ചോദ്യം, ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടി ഏത്? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഇത് ചോദിക്കാം നിങ്ങൾ കമൻ്റ് ഇട്. 1ാമത്തെ ഉയരമേറിയ കൊടുമുടി ഏതാ? നിങ്ങളത് കമൻറ്റ് പറയണേ. ഇത് ആരൊക്കെ ഇത് കാണുന്നുണ്ടോ അവരൊന്ന് കമൻറ്റ് ചെയ്യണേ കുഞ്ഞുങ്ങളെ. ആരെങ്കിലും ഇട്ടത് കണ്ടിടരുത്, സ്വന്തമായിട്ട് ഇടാൻ നോക്കണം. ലോകത്തിലെ 1ാമത്തെ ഉയരമേറിയ കൊടുമുടി ഇത്. 2ാമത്തെയാണ് മൗണ്ട് K2 അല്ലേ, ഗോഡ്വിൻ ഓസ്റ്റിൻ. കാരക്കോറത്താണ്. ചുരങ്ങൾ എന്നാൽ എന്ത്? 30 ആക്കിയതാവും നിങ്ങളെ. ചുരങ്ങൾ എന്നാൽ എന്താണ്? എന്ത് ഈ ചുരങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് പർവ്വത നിരകൾ മുറിച്ചു കടക്കാൻ വലിയ വലിയ പർവ്വതങ്ങളുണ്ടല്ലോ. നമ്മുടെ പാലക്കാട് ചുരം ചുരം എന്ന് വെച്ചാൽ ആ വലിയ മലകളാണ്. അതിന് അപ്പുറത്തെ സൈഡിലോട്ട് പോകണമെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് കയറി പോകാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ ചുരം കണ്ടിട്ടില്ലയോ? പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ ഇടങ്ങളെയാണ് ചുരങ്ങളെന്ന് പറയുന്നത്. അപ്പം 30 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. നോട്ട് ചോദിച്ചവർക്കൊക്കെ ആണ് നോട്ട് വന്നിട്ടുണ്ട്. ഇനി 30 എണ്ണോടുണ്ട് കുഞ്ഞുങ്ങളെ, എങ്കിലേ ഈ ചാപ്റ്റർ തീരത്തുള്ളൂ. ടെസ്റ്റ് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം കൂടെ പോകുന്നതുകൊണ്ടാണ് നോട്ട് മാത്രം കാണിച്ചത്. നിങ്ങളിത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ഹിസ്റ്ററിയുടെ ഒരു പാർട്ട് ഞാൻ തന്നിട്ടുണ്ട്. നാളെ പാർട്ട് 2 തരാം. എന്നിട്ട് മറ്റന്നാൾ ഇതിൻ്റെ പാർട്ട് 2 ഇടാകുമ്പോൾ നമ്മുടെ ഹിസ്റ്ററിയും ജിയോഗ്രഫിയും തീരും. മാത്സിൻ്റെ 1ാമത്തെ ചാപ്റ്റർ ഫുൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രിയുടെ എല്ലാം ഓരോ ചാപ്റ്റർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ചാനലിൽ നോക്കിയാൽ മതി നിങ്ങൾ കേട്ടോ. എന്തെങ്കിലും കിട്ടാനുണ്ട്, നോട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറ. ഒക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് നോട്ടിടാം കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.